പോകേണ്ടി വന്നതുകൊണ്ടാണ് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ സാധിക്കാതിരുന്നത്. ആയതിലുള്ള ക്ഷമ ചോദിക്കും. കണ്ണൂർ കോർപ്പറേഷൻ്റെ നാളിതുവരെയുള്ള വ്യത്യസ്തങ്ങളായ വികസന പ്രവർത്തനങ്ങൾ സമീപ ദിവസങ്ങളിലായി ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 കണ്ണൂർ നഗരസഭയോടൊപ്പം വടക്കാട് ഉൾപ്പെടെയുള്ള മറ്റു 4 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യ 3.5 വർഷക്കാലം ഇവിടെ ഭരണം നടത്തിയിട്ടുള്ളത് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള EP ലത മേയറായിട്ടുള്ള ഭരണസമിതിയായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് സുമാ ബാലകൃഷ്ണൻ്റെ സേനത്തിൽ UDF സാരഥികളായി വരികയും 2020 ബഹുമാനായ TO മോഹനന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഒരുപാട് വികസന പദ്ധതികൾ ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ആ വികസന പദ്ധതികൾ ഓരോന്നും കഴിഞ്ഞ 2022-23 സാമ്പത്തിക വർഷമാണ് ഈ പദ്ധതി വനിതാ ഘടക പദ്ധതിയിൽ വെച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനവും ഏറ്റെടുക്കാത്ത ഒരു പ്രത്യേക പദ്ധതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വനിതകൾക്ക് മാത്രമായി ഒരു വീട് കേന്ദ്രം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങളുടെ ആസൂത്രണത്തിൻ്റെ മികവായിരുന്നു. അതിൻ്റെ ഭാഗമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇത് ഇവിടെ സന്ദർശിച്ചുകൊണ്ട് ഇത് കാണുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ അങ്ങനെ ഒരുപാട് വികസന പദ്ധതികൾ ഈ ഡിവിഷനിൽ സാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ക്ഷേമ മേഖലയിൽ, പശ്ചാത്തല മേഖലയിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് 2020-25 ഭരണത്തിലേറിയ ഈ UDFൻ്റെ ഭരണസമിതി ഇവിടെ അധികാരം വിട്ടൊഴിയാൻ പോകുന്നത്. ഏറെ സന്തോഷമുണ്ട്, അതിലേറെ ആത്മസംതൃപ്തിയുണ്ട്. ഇനിയും ഒരു പക്ഷേ ഒരു 40-ലധികം സീറ്റോടുകൂടി ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേറാൻ കഴിയുമെന്ന ഒരു വലിയ സന്തോഷം നമ്മുടെ മുമ്പാകെയുണ്ട്. അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ വികസനങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായ ഒരു കാലഘട്ടമാണ് 2015-20 അപേക്ഷിച്ച് 2020-25 കാലഘട്ടമെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ വിലയിരുത്തുക അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയമല്ല, വികസന പ്രവർത്തനങ്ങളെയാണ്. തീർച്ചയായും അത്തരം വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഇവിടെ കൃത്യമായി ജനങ്ങൾക്ക് മാർക്കിടാൻ കഴിയും. കഴിഞ്ഞ കാലത്തെയും ആദ്യ കോർപ്പറേഷനിലെ വികസന പ്രവർത്തനങ്ങളെയും ഇപ്പോൾ UDF മുഴുവൻ 5 വർഷവും പൂർത്തീകരിച്ച ഈ സമയത്ത് വികസന പ്രവർത്തനങ്ങളും മാർക്കിട്ട് കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമെന്ന സന്തോഷത്തോടെ UDFൻ്റെ ഓരോ കൗൺസിലർമാർക്കും, UDFൻ്റെ എല്ലാ ഇടതുപക്ഷത്തിലെ കൗൺസിലർമാർക്ക് പോലും ഞങ്ങൾ ഒരു കക്ഷി രാഷ്ട്രീയം കാണിക്കാതെ വികസനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ UDFൻ്റെ കൗൺസിലർമാർക്ക് വളരെ ആത്മസംതൃപ്തി ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഇതിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബൈലോ അത് ഡ്രാഫ്റ്റ് തയ്യാറായിട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫൈനൽ ആവാനുണ്ട്. ഇത് നടത്തിപ്പ് കൊടുത്താൽ മാത്രമേ, പ്രത്യേകിച്ച് വനിതാ ഘടക പദ്ധതിയിലൂടെയാണ് വനിതകൾ മാത്രം നടത്തുന്ന ഒരു സൊസൈറ്റിക്ക്, സഹകരണ മേഖലയിലുള്ള സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ട്രസ്റ്റിന്, പ്രവൃത്തി പരിചയമുള്ള ട്രസ്റ്റിന് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന വിധത്തിൽ ഇവിടുത്തെ വരുന്ന അന്തേവാസികൾക്ക് അവർക്ക് സംരക്ഷണം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കോർപ്പറേഷൻ്റെ പരിപൂർണ മേൽനോട്ടത്തോടെ, അതാണ് ഞാൻ പറഞ്ഞത്, ബൈലോ ഡ്രാഫ്റ്റായിട്ട് മാത്രമേ ഉള്ളൂ. അതിലെല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ ദിവസങ്ങൾ നമ്മുടെ മുമ്പാകും. പക്ഷേ അതൊക്കെ തീർച്ചയായും പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി കൂടി ആരംഭിക്കുമെന്ന് പറയാം. നിലവിൽ മുഴുവനും താമസിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുഴുവൻ സമയവും താമസിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഇതിപ്പോൾ താഴത്തെ നില മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അന്തേവാസികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മുകളിൽ ബിൽഡിംഗ് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിൽ പിന്നെ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ താമസിപ്പിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷണം കാര്യമൊക്കെ എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ കയറി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കതറിയില്ല. നല്ല കിച്ചണുണ്ട്, സൗകര്യപ്രദമായ കിച്ചണുണ്ട്, വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ ബെഡ്റൂമുണ്ട്, ബാത്റൂം സൗകര്യപ്രദമായ രീതിയിലുണ്ട്, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ബാത്റൂമുണ്ട്, കയറി വരുമ്പോൾ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാർക്ക് വരാൻ പറ്റാവുന്ന രീതിയിലുള്ള റാമ്പുണ്ട്, എല്ലാ സംവിധാനങ്ങളും, ഓഫീസ് സംവിധാനം, പുറത്തുനിന്ന് കയറുന്ന ഓഫീസ് സംവിധാനമുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായി നന്നായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പിന്നെ വയോജന കേന്ദ്രമാണിത്.